ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ബോൾട്ടഡ് കണക്ഷൻസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ പഠിച്ചു. ഇനി അതിൻ്റെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യമായി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിസൈൻ എ ബോൾട്ടഡ് കണക്ഷൻ ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് ഓഫ് തിക്നെസ് 12 mm and 20 mm each, subjected to a load of 70 kilonewton. Use M16 bolts of grade 4.6 and Fe 410 grade plates. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ബോൾട്ടഡ് കണക്ഷൻ ഡിസൈൻ ചെയ്യാനാണ് പറയുന്നത്. രണ്ട് പ്ലേറ്റ്സ് തന്നിട്ടുണ്ട്, ഒന്ന് 12 mm ഒന്ന് 20 mm തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ക്യാരി ചെയ്യേണ്ട, ഈ ജോയിൻറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഫോഴ്സാണ് 70 kN. ഓക്കെ, അപ്പോൾ ഈ 70 kN ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യം ഉള്ള ഒരു ജോയിൻറ്റിലെ ബോൾട്ടഡ് കണക്ഷനാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. എത്ര ബോൾട്ടുകൾ വേണം എന്ന് കണ്ടുപിടിച്ചാൽ മതി. കാരണം ബോൾട്ട് ഏത് സൈസാണെന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. M16 ബോൾട്ടാണ്, 4.6 ഗ്രേഡ് ആണ്, അതുപോലെ Fe 410 ഗ്രേഡ് പ്ലേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കാം ആദ്യമായി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതൊരു ബഡ് ജോയിൻ്റ് ആണോ അതോ ലാപ്പ് ജോയിൻ്റ് ആണോ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ലെറ്റ് us assume that the connection is a lap joint. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ബഡ് ജോയിൻ്റ് എന്നും ലാപ്പ് ജോയിൻ്റ് എന്നും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയാറുണ്ട്. ഇല്ലെങ്കിൽ യു ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ് ഇസ് എ ലാപ്പ് ജോയിൻ്റ്. ഓക്കെ, ഞാനിവിടെ ലാപ്പ് ജോയിൻ്റ് ആണെന്ന് എടുത്തു. 20 mm പ്ലേറ്റിൻ്റെ പുറത്ത് 12 mm പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ട്രാൻസ്ഫറിങ് എ ഫോഴ്സ് ഓഫ് 70 kN. നൗ our objective is to find the number of bolts required to transfer this load. ബോൾട്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, പ്ലേറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. പക്ഷേ ബോൾട്ട് എത്ര സ്ട്രെങ്ത് അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ദ ഡിസൈൻ കപ്പാസിറ്റി ഓർ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, അല്ലെങ്കിൽ ബോൾട്ട് വാല്യൂ നമുക്ക് അറിയില്ല. സോ ആദ്യം വി ഹാവ് ടു ഫൈൻഡ് ദ സ്ട്രെങ്ത് ഓഫ് വൺ ബോൾട്ട്. അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം. To find the bolt value, you have to find the least of shear capacity or bearing capacity or tension capacity. Okay, അത് നമ്മൾ പഠിച്ചതാണ്. ഷിയർ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി ആൻഡ് ടെൻഷൻ കപ്പാസിറ്റി. ഇവിടെ ഷിയർ കപ്പാസിറ്റി, ഇവിടെ ഈ ബോൾട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ഉണ്ട്, അതുപോലെ ബോൾട്ടും പ്ലേറ്റുമായി കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് ബെയറിംഗ് സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ടെൻഷൻ എന്നുള്ളൊരു ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സ് ഈ ബോൾട്ട് ഒരിക്കലും ഈ കേസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ കപ്പാസിറ്റിയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. വി വിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് ആൻഡ് ഡിസൈൻ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. സോ ആദ്യമായിട്ട് നോക്കുക, നമ്മൾ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്കറിയാം പേജ് നമ്പർ 75 ക്ലോസ് 10.3.3 ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് കൊടുത്തിട്ടുണ്ട്. VDSB ഈസ് ഈക്വൽ ടു FUB ഇൻറ്റു NNANB പ്ലസ് NSASB ഡിവൈഡഡ് ബൈ √3. അപ്പോൾ ഇതിനെ ഡിവൈഡഡ് ബൈ ഗാമ MB കൂടെ ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഓരോ വേരിയബിൾസിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പേജിൽ നിന്നും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കി എഴുതാം. ഇത് ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതിൽ എന്താണ് FU അല്ലെങ്കിൽ FUB എന്ന് പറഞ്ഞിട്ടുള്ളത്? FUB എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്. നമുക്കറിയാം വി ആർ ഗിവൺ 4.6 ഗ്രേഡ് ബോൾട്ടാണ്. 4.6 ഗ്രേഡ് ബോൾട്ടിലെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 400 Nm/mm² ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെക്ചറിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി അതുപോലെ ഗാമ MB ഫോർ ബോൾട്ട്, ഗാമ MB ഈസ് ഈക്വൽ ടു 1.25. അതും നമുക്കറിയാം പേജ് നമ്പർ 30 ടേബിൾ 5 പറയുന്നുണ്ട്. നൗ വാട്ട് അബൌട്ട് NN, NS, ANB, ASB? നമുക്കറിയാം, ഇതാണ് ബോൾട്ട്. ഓക്കെ, ഈ ബോൾട്ടിൽ വി ഹാവ് ഓൺലി വൺ പ്ലെയിൻ ഓഫ് ഷിയർ ഫെയിലിയർ. ഷിയർ ഫെയിലിയർ നടക്കുന്ന ഒരു പ്ലെയിനിലാണ്. ഓക്കെ, അപ്പോൾ ആ പ്ലെയിന് it can pass through the shank or through the web of that particular bolt.
അപ്പോൾ ഒരു പ്ലെയിൻ ഓഫ് ഫെയിലിയറേ ഉള്ളൂ, പക്ഷെ അത് ഷാങ്കിലൂടെയോ അല്ലെങ്കിൽ വെബിലൂടെയോ കടന്നു പോകാം. നമുക്കറിയില്ല ഏതിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. സോ ഐ ആം അസ്യൂമിങ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ ത്രെഡ്സ്. ഓക്കെ, ഷാങ്കിലൂടെയോ ത്രെഡിലൂടെയോ കടന്നു പോകാം. അതിൽ ത്രെഡിലൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ത്രെഡിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഐ ആം ടേക്കിംഗ് NN ഈക്വൽ ടു 1. ഷാങ്കിലൂടെ കടന്നു പോയിരുന്നെങ്കിൽ NS ഈക്വൽ ടു 1 കൊടുത്തേനെ. പക്ഷേ ഇവിടെ ത്രെഡിലൂടെ കടന്നു പോകുന്നു എന്ന് അസ്യൂം ചെയ്തതുകൊണ്ട് NN ഈക്വൽ ടു 1 ആൻഡ് NS ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് 2 വേരിയബിൾസ്? ANBയും ASBയും കണ്ടുപിടിക്കണം. ANB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് റീജിയനിലുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ. നമുക്കറിയാം ത്രെഡ് റീജിയനിലെ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് 0.78 ടൈംസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ദ ഷാങ്ക് റീജിയൻ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ബോൾട്ട് 16 mm ഡയമീറ്റർ ഉള്ള ബോൾട്ടാണ്, അഥവാ ഷാങ്ക് റീജിയനിലെ ഡയമീറ്റർ 16 mm ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ത്രെഡ് റീജിയൻ കണ്ടുപിടിക്കാൻ 0.78 ടൈംസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ അറ്റ് ഷാങ്ക്, ദാറ്റ് ഈസ് π/4 × 16 സ്ക്വയർ. അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അതുപോലെ ഷാങ്ക് റീജിയനിലെയും കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ കണ്ടുപിടിക്കുന്നില്ല, കാരണം ഷാങ്ക് റീജിയനിലെ അല്ല ഫെയിലിയർ നടക്കുന്നതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, ത്രെഡ് റീജിയനിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഷാങ്ക് റീജിയനിൽ കണ്ടുപിടിച്ചുകൊണ്ട് കാര്യമില്ല, ബിക്കോസ് യു ആർ മൾട്ടിപ്ലൈയിങ് വിത്ത് 0. ഓക്കെ, സോ ASB കണ്ടുപിടിക്കണമെന്നില്ല. തൽക്കാലം ഞാൻ 0 എന്ന് പറഞ്ഞ് എഴുതി. നിങ്ങൾ അങ്ങനെ എഴുതണമെന്നുമില്ല. NS ഈക്വൽ ടു 0 ആകുമ്പോൾ, ഈക്വേഷനിൽ NS ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദിസ് എൻറ്റയർ ടേം ബിക്കം 0. Okay, so now you can substitute in this expression VDSB is equal to എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 400 ഡിവൈഡ് ബൈ √3 ഇൻറ്റു NN ANB. NN is equal to 1 and ANB is 157, അത് ചെയ്തു, പ്ലസ് NS ASB, ആ ടേം 0 ആയിപ്പോയി. ഓക്കെ, ഡിവൈഡഡ് ബൈ ഗാമ MB, ദാറ്റ് ഈസ് 1.25. യു വിൽ ഗെറ്റ് ഇറ്റ് അറൗണ്ട് 29,000 ന്യൂട്ടൺ, 29,006 ന്യൂട്ടൺ എന്ന് പറഞ്ഞ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിനെ കിലോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 29.01 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോൾട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ കപ്പാസിറ്റി, ബോൾട്ടിന് ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് എത്രയാണ്? പരമാവധി ഫോഴ്സ് ഈസ് 29 കിലോ ന്യൂട്ടൺ. ഓക്കെ, നൗ അവർ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിറ്റർമിൻ ദ ഡിസൈൻ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. ഓക്കെ, അതാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്, ഡിസൈൻ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ബോൾട്ട്. അതിൻ്റെ ഇക്വേഷനും നമുക്കറിയാം, പേജ് നമ്പർ 75 ക്ലോസ് 10.3.4 പറയുന്നുണ്ട്. ഓക്കെ, അതാണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇക്വേഷൻ VDPB is equal to 2.5 kb dt fu divided by gamma mb. അതിൽ D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആണ്, 16 mm. T is the thickness of thinner plate, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ IS കോഡിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് തിക്നെസ് ഓഫ് പ്ലേറ്റ്സ് ട്രാൻസ്ഫറിങ് ഫോഴ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്ലേറ്റുകളുടെ തിക്നെസ്സിൻ്റെ സം. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 പ്ലേറ്റേ ഉള്ളൂ. ഓക്കെ, ഒരു പ്ലേറ്റിലുള്ള ഫോഴ്സ് ഇടത്തോട്ടും മറ്റേ പ്ലേറ്റിലെ ഫോഴ്സ് വലത്തോട്ടും. അപ്പോൾ ഒരു ഡയറക്ഷനിലുള്ള പ്ലേറ്റിൻ്റെ തിക്നെസ്സിൻ്റെ സമ്മാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ നോക്കിയാൽ നമുക്ക് ആകെയുള്ള തിക്നെസ് എന്ന് വെച്ചാൽ 20 mm. റൈറ്റ് സൈഡിലോട്ടുള്ള ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള തിക്നെസ് 12 mm ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തിന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് എടുക്കേണ്ടത്. എന്താണ്? ദാറ്റ് ഈസ് 12 mm. ഓക്കെ, സോ വി ആർ അഡോപ്റ്റിംഗ് T ഈസ് ഈക്വൽ ടു 12 mm. ഓക്കെ, നൗ വാട്ട് ഈസ് FU? FU എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്, അതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും? നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 410 Nm/mm² ആണ്. ഇവിടെ ഞാൻ 410 ഇട്ടിട്ടുണ്ടെങ്കിലും യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദി അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഓൾസോ. കാരണം ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള FU എന്ന് പറഞ്ഞാൽ ബോൾട്ടിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റിയാണ്. സാധാരണയായി നമ്മൾ എടുക്കുന്നത് ബോൾട്ടിൻ്റെ അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് വാല്യൂ ആയിരിക്കണം ഇവിടെ എടുക്കേണ്ടത്. അതിൽ ഏറ്റവും മിനിമം ഏതാണോ അതാണ് എടുക്കേണ്ടത്. നമുക്കറിയാം ബോൾട്ടിൻ്റെ അൾട്ടിമേറ്റ് കപ്പാസിറ്റി, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 400 Nm/mm² ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോൾട്ടിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഈസ് 400 Nm/mm².
പ്ലേറ്റിൻ്റെത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 410 Nm/mm². FE 410 പ്ലേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ 400ഉം 410ഉം എടുക്കുമ്പോൾ അതിൽ മിനിമമായ 400 Nm/mm² വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കാരണം സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഈസ് ലെസ് ദാൻ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം ബോൾട്ട് ഫെയിൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഏറ്റവും മിനിമം വാല്യൂ ആണ് FU ആയിട്ട് എടുക്കാൻ. സോ അത്രയും നിങ്ങൾ ഓർത്താൽ മതി, FU മസ്റ്റ് ബി ദ മിനിമം. ഞാനിവിടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന 410 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളതിനെ 400 എന്ന് പറഞ്ഞ് തന്നെ പഠിക്കുക. ഓക്കെ, യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദ മിനിമം സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഓർ ബോൾട്ട്, മിനിമം ഓഫ് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഓർ ബോൾട്ട് മിനിമം വേണം എടുക്കാൻ. ഓക്കെ, സോ തൽക്കാലം ഞാനിവിടെ 410 ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും യു ടേക്ക് ഇറ്റ് ആസ് 400 Nm/mm². ഓക്കെ, നൗ വാട്ട് അബൌട്ട് KB? KB എന്ന് പറഞ്ഞാൽ IS കോഡിൽ തന്നെ പറയുന്നുണ്ട്, സ്മോളർ ഓഫ് E/3D0 or P/3D0 minus 0.25 or FUB/FU or 1. ഇതിനകത്ത് ഏറ്റവും സ്മോളർ വാല്യൂ ഏതാണോ അതാണ് KBയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി E വാല്യൂ അറിയണം, DO വേണം, P വാല്യൂ വേണം. ഓക്കെ, അതെല്ലാം അടുത്തത് കണ്ടുപിടിക്കുക. സോ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് DO, E ആൻഡ് P. സോ ആദ്യം DO തന്നെ കണ്ടുപിടിക്കാം. DO എന്ന് പറഞ്ഞാൽ ദ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ. നമുക്കറിയാം പേജ് നമ്പർ 73 ടേബിൾ 19ൽ ബോൾട്ട് ഡയമീറ്റർ പ്ലസ് ക്ലിയറൻസ് ആണ് ബോൾട്ട് ഹോൾ ഡയമീറ്റർ. ദറ്റ് ക്ലിയറൻസ് വാല്യൂ ഈസ് 2 mm ഫോർ 16 mm ഡയമീറ്റർ ബോൾട്ട്സ്. അതുകൊണ്ട് നമ്മൾ 16 + 2 = 18 mm എന്ന് എടുത്തു. ഓക്കെ, നൗ അടുത്തത് എൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ഡിസ്റ്റൻസ് E = 1.5 D0. D0 ഇവിടെ 18 എന്ന് കിട്ടിയ സ്ഥിതിക്ക് 1.5 × 18 ചെയ്യുക, 27 mm എന്ന് കിട്ടും. ഓക്കെ, നൗ ഈ വാല്യൂ = 1.5 DO എന്നുള്ളത് നമുക്ക് പേജ് നമ്പർ 74 ക്ലോസ് 10.2.4.2 അതിനകത്ത് പറയുന്നുണ്ട് 1.5 DO ആണ്. ഓക്കെ, ഫോർ മെഷീൻ കട്ട് ഹോൾസിന് 1.5 DO, ഓർ ഫോർ ഹാൻഡ് ഫ്ലെയിം കട്ട് ആണെങ്കിൽ 1.7 DO ആണ്. ഓക്കെ, നമ്മൾ വി ആർ അസ്യൂമിങ് ഇറ്റ് ടു ബി മെഷീൻ കട്ട് ഹോൾ. ഓക്കെ, നൗ കമ്മിങ് ടു P. വാട്ട് ഈസ് P? P ഈസ് ദ പിച്ച് ഡിസ്റ്റൻസ് മിനിമം എത്രയാണ്? 2.5 D ആണ് എന്ന് നമുക്കറിയാം. 2.5 D ഈസ് ദ ഡയമീറ്റർ ഓഫ് ബോൾട്ട്. അപ്പോൾ മിനിമം വാല്യൂ അറിയാം, അതുകൊണ്ട് അത് തന്നെയാണ് പിച്ച് എന്ന് പറഞ്ഞ് നമുക്ക് അസ്യൂം ചെയ്യുന്നത്. കാരണം വേറെ ഡീറ്റെയിൽസ് ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ ലെറ്റ് us take it as 2.5 D = 2.5 × 16 = 40 mm. ഓക്കെ, അതും IS കോഡിൻ്റെ റെഫറൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ തന്നെ റെഫർ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഹിയർ. VDPV = 2.5. KBയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. E/3DO, P/3DO minus 0.25, FUB/FU ആൻഡ് 1. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും ലീസ്റ്റ് വാല്യൂ 0.49. ഓക്കെ, ആ 0.49 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക KBയുടെ സ്ഥാനത്ത്. സോ 2.5 KB ഇൻറ്റു DT എല്ലാം നമുക്ക് പറഞ്ഞു, ഇൻറ്റു FU എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ദ ലീസ്റ്റ് ഓഫ് ദ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഓർ പ്ലേറ്റ്. ശരിക്കും പറഞ്ഞാൽ 400 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. 410 ഇട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഇവിടെ 410 ആണ്. ബട്ട് ആക്ച്വലി ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് FU ആസ് 400 Nm/mm². എന്നിട്ട് divided by 1.25, you will get it as around this value. ഓക്കെ, ഞാൻ 77 kN തന്നെ കിട്ടണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല, കാരണം ഇവിടെ നിങ്ങൾ 400 ആണ് ഇട്ടിട്ടുണ്ടെങ്കിൽ you will get a different answer. Okay, so whatever you get, that is the answer. So slight variation ഉണ്ടാവും, 75 എന്നോ വല്ലതും കിട്ടുമായിരിക്കും. Okay, so now what is bolt value? It should be the smaller of the capacities. Shear capacity ഉണ്ട്, bearing capacity ഉണ്ട്. നമുക്കറിയാം shear capacity is 29 kN and bearing capacity is close to 77 kN. Okay, and smaller of these two values should be the bolt value. Okay, അതിനകത്ത് ഏറ്റവും smaller value ഏതാണ്? 29 kN. So that we have taken as the bolt value. Now to find the number of bolts required, നമ്മുടെ joint transfer ചെയ്യേണ്ട ലോഡ് 70 kN ആണ്. അതിൽ ഒരു ബോൾട്ടിന് 29 kN ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര ബോൾട്ട് വേണം?
So the maximum force to be transferred by the joint divided by now the bolt value will give you approximate number of bolts required. Okay, നമുക്ക് ഇവിടെ 2 point something എന്നാണ് കിട്ടുന്നത്. You take it approximately as 3. 2-നേക്കാളും ഹയർ ആയിട്ടൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ you should give higher value of bolts. ഓക്കെ, നമുക്ക് 2.5 എന്നുള്ള ഒരു ബോൾട്ട് എണ്ണം പറയാൻ പറ്റില്ല, നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു ഫിഗറേ പറയാൻ പറ്റുള്ളൂ. ഇത് 2 bolts or 3 bolt. 2 ബോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും 70 kN ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ഹയർ വാല്യൂ 3 2 point something എന്ന് കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ 3 numbers of bolts are required to transfer this load എന്ന് എഴുതും. ഓക്കെ, സോ അതിനെ ഫിഗർ വരച്ച് എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ആ ജോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, this is a lap joint. This is one plate and we have another plate below it. Okay, അതുകൊണ്ടാണ് ഈ താഴെയുള്ള പ്ലേറ്റിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടി ഇത് ഡാഷ്ഡ് ലൈൻ കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. It is transferring a joint force of 70 kN and we have 3 bolts connected as shown here. നമുക്ക് ഈ 3 ബോൾട്ട് along the ഡയറക്ഷൻ ഓഫ് ഫോഴ്സോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സോ കൊടുക്കാം. ഞാനിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഡയറക്ഷനിൽ തന്നെയാണ് 3 ബോൾട്ടും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ദ ബോൾട്ട്സ്? ഇത് we know that the distance between the center to center distance between bolts measured in the direction of application of force is known as pitch. അപ്പോൾ ഈ രണ്ട് ബോൾട്ട് ഹോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 mm ആയിരിക്കും. ഇറ്റ് ഈസ് ദ പിച്ച്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് this is the end distance. Okay, direction of application for some end distance that we have already computed it to be around 30 mm. Okay, 27 mm എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. So you can give a higher value. Okay, E is equal to 27 mm ആണെങ്കിൽ you can give 30 mm. Okay, അതിനേക്കാളും കുറയാൻ പാടില്ല. Okay, so this is how you design a bolted connection. Okay,